ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളടുത്ത് ഒരു മുളക്കൂട്ടമുണ്ട്. അപ്പോൾ മുളക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനും ഏട്ടനും ഉണ്ട്. ഇതാ മുളക്കൂട്ടം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങതാ ഏട്ടൻ പോകുന്ന ആ വഴിയിലാണ് മുളക്കൂട്ടങ്ങളുള്ളത്. ആ മുളക്കൂട്ടത്തിൽ നിന്ന് നമുക്ക് കണില എന്ന് കൊത്തിയെടുക്കണം. അപ്പോൾ മുളയിൽ നിന്ന് മുളച്ച് വരുന്ന സംഭവമാണ് കണില എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ കണില അരിഞ്ഞ് നല്ല തോരൻ വെച്ച് കഴിക്കാറുണ്ട് നമ്മൾ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിലുണ്ടോ ഇല്ലയോ എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പം അങ്ങനെ ഏട്ടൻ കണില കൊത്തുന്നുണ്ട്. കണില കൊത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കണില കൊത്തിയെടുക്കുന്നുണ്ട്. കൊത്തിയെടുത്തിട്ട് വരട്ടെ. വരുന്നുണ്ട്. ഇതാണ് കണില ഈ കൊണ്ടുവരുന്നത്. ഇതാണ് കണില. നമ്മൾ ഇത് മുമ്പ് കഴിച്ചിട്ടുണ്ട്, ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പം ആദ്യമായിട്ടൊന്ന് കൊത്തി നോക്കിയിട്ട് തോരൻ വെച്ച് കഴിക്കാന്നുള്ള രീതിയിലാണ് വന്നത്. ഇങ്ങനെ കണില കഴിച്ചിട്ടില്ല എത്ര പേരുണ്ട്? ഇതിങ്ങനെ ഇതിൻ്റെ എന്താ പറയുക, തൊലിയാ, ഇലകള് മുളേരെ ഇലകൾ കളയണം. കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല പദമുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ തോരൻ വെക്കണം അല്ലേ? തോരൻ വെക്കുന്നുണ്ട്. ചില ചമ്മന്തി അരച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിയണം. അപ്പം നമ്മളിത് വൃത്തിയാക്കി അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ എത്ര പേര് ഇത് കണിലകൾ കഴിച്ചിട്ടുണ്ടെന്ന് അറിയണല്ലേ? കൊറേ ആൾക്കറിയാപ്പ കണില അല്ലേ? കണില കഴിച്ചിട്ടുണ്ടാവും. പഴയ ആൾക്കാരൊക്കെ കഴിക്കാറുണ്ട് കണിലൊക്കെ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ആവശ്യമുള്ള സാധനം എന്നാ പറയുന്നത്. നമുക്ക് അതിന് കൂടുതൽ ആയുസ് നീട്ടി കിട്ടുന്നു. കണിലൊക്കെ കഴിക്കണം, കഴിച്ചു നോക്കാം. ഞങ്ങളിത് തോരൻ വെച്ചിട്ട് ബാക്കി കഴിച്ച് ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാം അല്ലേ? അപ്പൊ എത്ര പേര് ഇങ്ങനെ കണില കഴിച്ചിട്ടുള്ളതെന്ന് കമന്റ് ഇടണേ. ഓക്കെ, ബൈ.